ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയോധ്യയെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അയോധ്യയിൽ വമ്പൻ റോഡ് ഷോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. അടുത്ത മാസം 22-ലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് കരട് രൂപരേഖയായി. ക്ഷേത്രം തുറക്കുന്നതും ആദ്യ ആരതി ഒഴിയുന്നതും പ്രധാനമന്ത്രി തന്നെയാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും RSS മേധാവി മോഹൻ ഭാഗവതും ചടങ്ങിനെത്തും. ജനുവരി 22-ന്റെ ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാംലല്ലയ്ക്ക് ഇപ്പോഴാണ് സ്ഥിരം വാസസ്ഥലമായത്. आज यहां 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है। इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചവരെ ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനുമായ ഫറൂഖ് അബ്ദുള്ള അഭിനന്ദിച്ചു. ശ്രീരാമൻ എല്ലാവരുടെയും ദൈവമെന്ന് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം. भगवान राम का मंदिर खुलने वाला है. मैं उन सबको जिन्होंने इसकी कोशिश की कि उनका मंदिर बने और वो तैयार हो गया है, उनको मुबारक देता हूँ. साथ साथ उनसे ये भी कहता हूँ, सबसे, भारत के निवासियों से भी, कि भगवान राम सिर्फ हिंदुओं का राम नहीं है, वो सब दुनिया के लोगों का, विश्व का राम है. उनकी पुस्तकों में लिखा हुआ है कि विश्व का राम है. उन्होंने भाईचारे की, मोहब्बत की, एक दूसरे के सहायता की बात की है. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകത്തിന്റെ നിലപാടിനെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പിന്തുണച്ചു. കോൺഗ്രസ് പങ്കെടുത്തില്ലെങ്കിൽ BJPക്ക് രാഷ്ട്രീയ നേട്ടമാകുമെന്ന അഭിപ്രായം സോണിയാഗാന്ധിയെ അറിയിച്ചുവെന്നാണ് സൂചന. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്ന ആശയക്കുഴപ്പം. അതിനിടെ അയോധ്യയിൽ മഹാറാലി മോദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധം രാമക്ഷേത്രമായിരിക്കുമെന്നിരിക്കെ മോദിയുടെ ഇന്നത്തെ പരിപാടിയെ, റോഡ് ഷോയെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ആർക്കെ, രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റാലിക്ക്. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാ പ്രധാനപ്പെട്ട ലോക സംഭവങ്ങളും, ലോകത്തിന് വലിയ നേട്ടം നൽകിയ സംഭവങ്ങളെല്ലാം ഉണ്ടായത് ഈ ഡിസംബർ 30-നാണ് ആ ദിവസമായി തെരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താനും ഇന്ന് അയോധ്യയിലെ ഈ പരിപാടികൾക്ക് 30 നിർദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം, ഒപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ, മറ്റ് വികസന പദ്ധതികൾ ഒക്കെയാണ് അദ്ദേഹം, ഏതാണ്ട് 40ഓളം വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതിനെല്ലാം മുമ്പ് നടത്തിയ റോഡ് ഷോയാണ്. ഈ റോഡ് ഷോ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം നൽകുന്നതായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ അജണ്ട വ്യക്തമാക്കുന്ന വിധത്തിൽ നടത്തിയ ഈ റോഡ് ഷോയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. റോഡിന് ഇരുവശവും നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. BJPയുടെ പ്രവർത്തകർ, ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ ആ നഗരം, അയോധ്യ നഗരം കൊടിത്തോരണങ്ങൾ കൊണ്ടും BJPയുടെ പതാകകൾ കൊണ്ടും നിറച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളായിരുന്നു അയോധ്യ നഗരത്തിൽ ഇന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അയോധ്യയെ സംബന്ധിച്ച് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അയോധ്യയിൽ വലിയ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. അയോധ്യയെ ലോകത്തോട് കണക്ട് ചെയ്യുന്ന ഒരു ഇടമായിട്ട് വിമാനത്താവളം മാറുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഇനി അയോധ്യയിലേക്ക് വരികയാണ്. എല്ലാ വികസന പദ്ധതികളും അയോധ്യയിൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായിട്ടുള്ള ചില സൂചനകൾ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്ജ്വല സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ഗുണഭോക്താക്കളെ അടക്കം നേരിൽ സന്ദർശിക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ടായി. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലും വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗവും. അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് രാജ്യത്ത് ഈ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന അജണ്ടയാണ് തങ്ങളുടെ മുന്നിൽ ഉള്ളത്. ഈ അയോധ്യയിൽ അടക്കം സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളെ മറ്റേത്
ഏതെങ്കിലും വിധത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു സാഹചര്യത്തിലും ഉചിതമല്ല. കാരണം ഇതെല്ലാം വികസനത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് വികസനം നഷ്ടപ്പെട്ട ഒരു ഇടത്താണ് ഇപ്പോൾ ഈ വികസന പദ്ധതികളെല്ലാം ഉണ്ടാകുന്നത്. അതേതെങ്കിലും വിധത്തിൽ മറ്റാരെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയുള്ളതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം ഒരുപക്ഷെ BJP-യുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഒരു തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ വ്യക്തികൾക്കുള്ള ക്ഷണം വ്യക്തിപരമായി പങ്കെടുക്കുക എന്നുള്ള മറുതന്ത്രത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കൂടുതലായി ഈ കോൺഗ്രസ് എന്നുള്ള നിലയിൽ തന്നെ പങ്കെടുക്കണം എന്നുള്ള ആവശ്യം സജീവമായി വീണ്ടും ഉയർന്നു കേൾക്കുകയാണോ ആർക്കെ? കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഘടകങ്ങൾ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിന്നാക്കം പോക്കൽ അത് ഉചിതമാകില്ല എന്നുള്ളതാണ്. കാരണം അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിച്ച എതിർ നിലപാടുകൾ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് BJP തന്നെയല്ല, അഥവാ ഇതിന്റെ ക്രെഡിറ്റ് BJP-ക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് ഈ ഉത്തരേന്ത്യൻ ഘടകങ്ങളുടെ ആവശ്യം. അവർ അക്കാര്യമാണ് പ്രിയങ്ക ഗാന്ധി വഴി സോണിയാഗാന്ധിയെ അറിയിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് സോണിയാഗാന്ധി അയോധ്യയിലേക്ക് ഈ 22-ാം തീയതി പോകാമെന്ന തീരുമാനം കൈക്കൊണ്ടിട്ടിരിക്കുന്നത് എന്നത് സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നൽകുന്നത്. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിൽ വിവാദം. കൊച്ചിൻ കാർണിവലിൽ ഗവർണറും തൊപ്പിയും എന്ന നാടകം നിരോധിച്ച RDO ഉത്തരവിനെ ന്യായീകരിച്ച് CPIM MLA KJ മാക്സി അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിച്ചത് എന്നാണ് വിശദീകരണം. ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനാണ് നാടക സമിതിയുടെ തീരുമാനം. വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലും അനിശ്ചിതത്വം തുടരുകയാണ്. BJP മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിലാണ് ഗവർണറും തൊപ്പിയും എന്ന നാടകം ഫോർട്ട് കൊച്ചി RDO K മീര വിലക്കിയത്. ഉത്തരവ് ഏകപക്ഷീയമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നാടകത്തിന്റെ ഭാരവാഹികൾ. നമ്മൾ അതിൻ്റെ സാധ്യതകൾ നോക്കിയിട്ട് നമ്മൾ നിയമ നടപടി സ്വീകരിക്കും. ഇത് എത്ര നാൾ നിൽക്കുന്ന ഒരു ഓർഡറാണെന്ന് പോലും അറിയില്ല. ഓർഡറിൻ്റെ സാധ്യത തന്നെ വളരെ കുറവാണ്. അപ്പോൾ അത് കോഷ് ചെയ്യാനായിട്ട് കോടതി തുറക്കുന്ന മുറയ്ക്ക് നമ്മൾ അത് വെക്കേറ്റ് അത് ഒഴിവാക്കുകയും നമ്മൾ വീണ്ടും ഈ നാടകം അതേ വേദിയിൽ കളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. വിവാദങ്ങൾ ഒഴിവാക്കാൻ നാടകം നിരോധിച്ചെന്നായിരുന്നു കൊച്ചി MLA KJ മാക്സിയുടെ പ്രതികരണം. ഇവർ കളിക്കുന്ന സംഘടന ചോദിച്ചപ്പോൾ അത് ജപ്പാൻ കഥയാണത്. ആ പേര് ഗവർണർ തൊപ്പി എന്നാണ്. പിന്നെ ഈ സമയത്തൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതാണ് അവരത് മാറിയത്. അവർ സ്വയം മാറിയത് സംഘടന. അത് RDO അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം വലിയൊരു സംഭവം നടക്കുമ്പോൾ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ, അതുകൊണ്ട് മാത്രം. വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ നീക്കണമെന്ന ഉത്തരവിനെതിരെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും രംഗത്തെത്തി. കൊച്ചിയുടെ പല സ്ഥലങ്ങളിലും ഇത്തരം പപ്പാഞ്ഞങ്ങൾ ചെറുതും വലുതുമായിട്ട് ഇവിടെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കാന്ന് വെച്ചാൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ ആഘോഷങ്ങൾ നടക്കണം. അൺഎക്സ്പെക്റ്റഡുള്ള മൂവ്മെൻ്റാണിത്. കൊണ്ടുവന്ന് 48 മണിക്കൂർ ബാക്കി നിൽക്കി കൊണ്ടുവന്ന് തരികയാണ്. എന്തുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാനാവില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. വിവാദങ്ങൾക്കിടയിൽ പുതുവർഷ രാവിൽ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കാനുള്ള പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പൂർത്തിയായി. 24 കൊച്ചി. പുതുവത്സരാഘോഷങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ കർശന നടപടികളുമായി പോലീസ്. ഫോർട്ട് കൊച്ചിയിൽ 1000-ലേറെ പോലീസുകാരെ നിയോഗിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബർ പറഞ്ഞു. നാളെ വൈകിട്ട് 3 മണി മുതൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗതം അനുവദിക്കില്ല. ലഹരി പരിശോധന വ്യാപകമാക്കുമെന്നും A. അക്ബർ പറഞ്ഞു. മാനവീയം വീഥിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവും അറിയിച്ചു. ബീച്ചുകളിലും ഹോട്ടലുകളിലും 12 മണിക്ക് ശേഷം ആഘോഷം അനുവദിക്കില്ല. 13 DYSP-മാർ, 25 ഇൻസ്പെക്ടർമാർ, 60 SI-മാർ ഉൾപ്പെടെ 1000-ൽ പരം പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മാത്രമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സിറ്റിയിലെ മറ്റ് ഭാഗങ്ങളിലും ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2000-ഓളം പോലീസുകാരെ സിറ്റിയിൽ മാത്രം കൊച്ചി സിറ്റിയുടെ കീഴിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. 12 മണിക്ക് ഇനി നമുക്ക് ബീച്ച് ഭാഗത്തൊക്കെ എൻട്രി കൊടുക്കില്ല. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ബാരിക്കേഡ് ചെയ്തിട്ട് ഓൺലി എക്സിറ്റ് മാത്രമേ നമ്മൾ അനുവദിക്കാറുണ്ട്. എൻട്രി ഇനി നമ്മൾ 12 മണി കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് അനുവദിക്കില്ല, ഏത് ബീച്ചാണെങ്കിലും. പിന്നെ ഹോട്ടൽസിലെ DJ പാർട്ടീസ് ആണെങ്കിൽ 12:30 വരെ എല്ലാ കാര്യങ്ങളും അവർ തീർക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് 12 ആണെങ്കിൽ ഒരു 12:40 ആവും. പക്ഷേ ആ സമയം വരെ എല്ലാ കാര്യങ്ങളും
അവർ പുറത്തേക്ക് ആൾ അയക്കണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജീഷ് ജയകുമാറും തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ഹരികൃഷ്ണനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, ഈ വെളി ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം അത് തുടരുകയാണ്. അതിപ്പോൾ ഏത് ഘട്ടത്തിലാണുള്ളത്? ഇന്ന് പുറത്തു വന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഒപ്പം തന്നെ കൊച്ചിയിലെ ആഘോഷം അത് പ്രധാനപ്പെട്ടതാണ്, കളർഫുൾ ആഘോഷമാണ്. അതിൽ പോലീസ് ചില ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ലഹരിയുടെ ഉപയോഗം തടയാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ക്രമീകരണങ്ങളൊക്കെ ഏത് തരത്തിലാണ് ആലോചിക്കുന്നത് അജീഷ്? രഞ്ജിത്ത്, ഈ കഴിഞ്ഞ വർഷം ഫോർട്ട് കൊച്ചി കാർണിവലിൽ നിന്ന് ആളുകൾ തിക്കിത്തിരക്കി 100-ലധികം ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ പശ്ചാത്തലത്തിലും കഴിഞ്ഞ മാസം കുസാറ്റിലെ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഫോർട്ട് കൊച്ചിയിൽ പൂർണ്ണമായും പോലീസ് സുരക്ഷയിലായിരിക്കും ഇത്തവണത്തെ കാർണിവൽ പുതുവത്സര ആഘോഷങ്ങൾ നടത്തുക. ഇതിനായി അക്ബർ പറഞ്ഞതുപോലെ, സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ 13 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും 25 ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനുമേലെ SI-മാരും 1000-ലധികം പോലീസ് കോൺസ്റ്റബിളും ഇവരുടെ വലയത്തിലായിരിക്കും ഈ ഫോർട്ട് കൊച്ചി പരിസരം നാളെയും മറ്റന്നാളും ഉണ്ടാവുക. ഇതിനായി പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കി. കാരണം വനിതകൾ ഒരുപാട് എത്തുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് വനിതകൾക്കുടെ സുരക്ഷയ്ക്കായിട്ട് പ്രത്യേകം മഫ്തിയിൽ വനിതാ പോലീസ് ഉണ്ടാകും. കൂടാതെ 100-ലധികം സുരക്ഷാ ക്യാമറകളും ഉണ്ടാകും. പ്രധാനമായും ഈ കാർണിവലിന്റെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. ഈ പരേഡ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷം ആളുകൾ തിക്കിത്തിരക്കിയാണ് വലിയ ദുരന്ത സമാനമായ സാഹചര്യത്തിലേക്ക് കടന്നത്. പക്ഷേ ഇത്തവണ 40,000 പേരെ മാത്രമേ പരേഡ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരുടെ മറ്റു സ്ഥലത്തിലേക്ക് മാറ്റാനുള്ള സംവിധാനമായിരിക്കും ചെയ്യുക. പരേഡ് ഗ്രൗണ്ടിൽ എല്ലാവരെയും ഒരുമിച്ച് കയറ്റുന്നതിന് പകരം പല തട്ടുകളായി വേർതിരിച്ച് വേലി കെട്ടി തിരിച്ചായിരിക്കും ആളുകളെ പ്രവേശിപ്പിക്കുക. കൂടാതെ തന്നെ പ്രവേശന കവാടം വലിയ കവാടങ്ങൾ ഒരുക്കി കൂടുതൽ ആളുകൾക്ക് വരുവാനും പോകുവാനും കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും കവാടം ഒരുക്കുക. കൂടാതെ തന്നെ ഈ പ്രവേശനം വൈകിട്ട് 3 മണി വരെ മാത്രമേ ഫോർട്ട് കൊച്ചിയിൽ പ്രവേശനം ഉണ്ടാകൂ. ഇത് രാവിലെ മുതൽ വൈകിട്ട് 3 മണി വരെ. എപ്പോഴായിരിക്കും 1,00,000-1.5 ലക്ഷത്തോളം ആളുകൾ പ്രവേശിപ്പിക്കുക. അപ്പം തന്നെ, അതായത് ഫോർട്ട് കൊച്ചിയിൽ നിറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ BOT പാലം അടക്കമുള്ള തൊപ്പുംപടി BOT പാലം അടക്കമുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കവാടങ്ങളും അടയ്ക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ റോറോ സർവീസ് വൈകിട്ട് 4 മണി വരെ വാഹനങ്ങൾക്കും 7 മണി വരെ ആളുകൾക്കും പോകാൻ തരത്തിൽ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് റോറോ സർവീസും ഉണ്ടാകും. പിന്നീട് രാത്രി 12 മണിക്ക് ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റോറോ സർവീസും തുടങ്ങുകയുള്ളൂ. പൊതുഗതാഗത സംവിധാനവും പോലീസും സബ് കളക്ടറും അടക്കമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചേർന്നുള്ള ആലോചനയിൽ പൊതുഗതാഗതം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൊച്ചിൻ കോളേജിൽ പ്രത്യേക താൽക്കാലിക ബസ് സ്റ്റാൻഡ് തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് രാത്രി 12 മണി മുതൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സുകളും ഇടതടവില്ലാതെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകൾ ഈ പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മഫ്തിയിലും പുരുഷ പോലീസിൻ്റെ സംവിധാനവും ഉണ്ടായിരിക്കും. അങ്ങനെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല, നാളെ രാവിലെ മുതൽ തന്നെ പശ്ചിമ കൊച്ചിയിലെ എല്ലാ മേഖലകളിലും പോലീസിൻ്റെ പരിശോധന ഉണ്ടാവും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന ഉണ്ടാവും. ഒപ്പം തന്നെ ഹോട്ടലുകളിലും ലഹരി പരിശോധന അടക്കം വ്യാപകമാക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഫോർട്ട് കൊച്ചി കാർണിവൽ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലും അതേപോലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെയും പശ്ചാത്തലത്തിലായിരിക്കും ഇത്തവണത്തെ ഫോർട്ട് കൊച്ചി കാർണിവൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു SOP തന്നെ പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചി കാർണിവലിന്റെ ഭാഗമായി ഇറക്കിയിട്ടുമുണ്ട്. രഞ്ജിത്ത്. ശരി, അജീഷ് ജയകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, മാനവീയം വീഥിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അത് നമുക്ക് മുമ്പിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മാനവീയം വീഥിയുടെ കാര്യത്തിൽ അല്പം കൂടി ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. പരിശോധനകൾ, പോലീസ് പൊതുവായി നൽകുന്ന നിർദ്ദേശങ്ങൾ, ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഹരികൃഷ്ണൻ? രജിത്ത്, മാനവീയം വീഥി മാത്രമല്ല തിരുവനന്തപുരം നഗരമാകെ ഇത്തരത്തിൽ ഈ പുതുവത്സരം ആഘോഷം വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ നിർദ്ദേശങ്ങളാണ് സിറ്റി പോലീസ് കമ്മീഷണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CH നാഗരാജു അദ്ദേഹം പറയുന്നത്, അതായത് ഏകദേശം 1500ഓളം പോലീസുകാരെ ഇത്തരത്തിൽ വിന്യസിക്കും എന്നുള്ളതാണ്. പുരുഷ വനിതാ പോലീസുകാരെ വിന്യസിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങുന്നത് ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർ കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗരത്തിന് തന്നെ തലസ്ഥാനത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന് പറയുന്നത് ഈ മാനവീയം വീതിയാണ്. ഈ മാനവീയം വീതിയിൽ ഏകദേശം 200ഓളം പോലീസുകാരെ വിന്യസിക്കുമെന്നൊരു കണക്ക് കൂടിയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാത്രി 7:30 മുതൽ തന്നെ ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ബാരിക്കേഡുകൾ വെച്ച് മറയ്ക്കുന്നു. അതിൽ കൂടിയായിരിക്കും പിന്നീട് പ്രവേശനം ഉണ്ടാകുക. ആ പ്രവേശനം ഈ ഡ്രഗ് ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അതിനനുസരിച്ച് അതിനുശേഷം അത് വീഡിയോഗ്രാഫ് ചെയ്യുന്നു. അത്തരത്തിൽ
കർശനമായ നിർദ്ദേശങ്ങളാണ്. രാത്രി 12 മണി വരെ മാത്രമേ അന്ന് എല്ലായിടത്തും ആഘോഷങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. അത് പൊതുയിടങ്ങളിലെല്ലാം തന്നെ ബീച്ചുകളിൽ, ക്ലബ്ബുകളിൽ, ഹോട്ടലുകളിൽ മാനവീയം നൈറ്റ് ലൈഫിന്റെ ഒരു ഇടം കൂടിയാണ്. ആ നൈറ്റ് ലൈഫ് പുതുവത്സരത്തിന്റെ അന്ന് 12 മണി വരെ മാത്രമേ ഇവിടെയും അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 12 മണിയോടുകൂടി തന്നെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ കർശനമായ വാഹന നിയന്ത്രണം, അതേപോലെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും, വാഹന പരിശോധനയുണ്ടാകും, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാനവീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഓണത്തിനും അതിനുശേഷവും ഒക്കെയും അത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൂട്ടയടി പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രശ്നങ്ങൾ പരിപാടികൾ കാണുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ വ്യക്തിയെയും കൃത്യമായി പരിശോധിച്ചായിരിക്കും മാനവീയ വീതിയിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഈ തരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പുതുവത്സര ആഘോഷത്തിന്റെ അന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ബീച്ചുകളിൽ ഈ പുതുവത്സരാഘോഷം നടത്തുന്ന സംഘാടകർക്ക് കൃത്യമായ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ പാർട്ടികളൊക്കെ നടത്തുന്നതിന് കൃത്യമായി നേരത്തെ മുൻകൂട്ടി അനുമതി ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ അത് അനുവദനീയമല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ തരത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ, നിയന്ത്രണങ്ങളിലൂടെയാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ ഈ തിരുവനന്തപുരം നഗരം തലസ്ഥാന പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കർശനമായ പരിശോധന, ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകും. ഹരികൃഷ്ണനും ഒപ്പം തന്നെ അജീഷ് ജയകുമാറും വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. പുതുവത്സരാഘോഷം നടക്കാനിരിക്കെ സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി 8 മണി വരെ മാത്രം. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, ഈ പെട്രോൾ പമ്പുകൾക്ക് നേരെ, ജീവനക്കാർക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഗുണ്ട ആക്രമണങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു സൂചനാ സമരത്തിന്റെ സ്വഭാവം കൂടിയുണ്ടല്ലോ ഈ പ്രതിഷേധത്തിന്. നേതാക്കൾ എന്താണ് വിശദീകരിക്കുന്നത് ടോബി? തീർച്ചയായിട്ടും ആശുപത്രികളിൽ ഡോക്ടർമാർക്കെതിരെ നടക്കുന്ന ആ ഒരു അക്രമങ്ങൾക്ക് പോലെ തന്നെ പെട്രോൾ പമ്പുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്, പലതവണ കണ്ടിട്ടുള്ളതാണ്. സമാനമായ രീതിയിൽ ചില അക്രമങ്ങൾ പെട്രോൾ പമ്പുകളിൽ നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കോട്ടയത്ത് തന്നെ ഏറ്റുമാനൂരിൽ കഴിഞ്ഞിടയ്ക്ക് സമാനമായ രീതിയിലൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരുടെ കേസിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന പുതിയ നിയമം പോലെ തന്നെ പെട്രോൾ പമ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും പുതിയ നിയമം കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു സൂചനയായിട്ട് തന്നെയാണ് ഈ ഒരു സമരം ഇവർ നടത്തുന്നത്. പുതുവത്സര ദിനത്തിലാണ് സമരം. നാളെ 8 മണി മുതൽ മറ്റന്നാൾ 6 മണി വരെ നടക്കുന്ന ഈ സമരത്തിൽ പൂർണ്ണമായും പമ്പുകളെല്ലാം തന്നെ സഹകരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി പെട്രോൾ അടിക്കാൻ വരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു സൂചന തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുൻപും ഈ ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും കാര്യമായിട്ടുള്ള പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നാണ് ഈ പമ്പുടമകൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സൂചനാ പണിമുടക്ക് എന്ന രീതിയിൽ തന്നെ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകും. നമുക്ക് പമ്പിലുള്ള ആളുകളോട് ചോദിക്കും, ചേട്ടാ, ഈ പെട്രോൾ പമ്പുകളുടെ ആളുകൾക്ക് ആക്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധം. എങ്ങനെയാണ് നിങ്ങൾക്ക് സുരക്ഷ വേണമെന്നുണ്ട്? അതാണ് സുരക്ഷ വേണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ വരണം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൂചന സമരമായി തന്നെയാണ് ഈ പെട്രോൾ പമ്പുകൾ അടച്ചിട്ടുകൊണ്ട് ഇവർ നടത്തുന്നത്. ശരി, ആശുപത്രി സംരക്ഷണ നിയമത്തിന് സമാനമായ രീതിയിൽ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് അവർ. പുതുവത്സരാഘോഷം നടക്കാനിരിക്കെ സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പുകൾ രാത്രി 8 മണി വരെ മാത്രമായിരിക്കും. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഈ പമ്പിലെ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ ഏതു തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിരുന്നു. പ്രതികരണങ്ങൾ ഞങ്ങൾ തേടിയിരുന്നു. അതിലേക്കാണ് ഇനി. അവർക്കെതിരെ ഒരുപാട് അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കും പ്രതികരിക്കാനുള്ളൊരു അവസരം നിർബന്ധമായിട്ട് അവർക്ക് കൊടുക്കണം. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണത്. ഇതിപ്പോ നാളെ കുറെ ഫംഗ്ഷൻ പരിപാടികളെല്ലാം വെച്ചിട്ട് പെട്രോൾ പമ്പ് പൂട്ടിടുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഇവരെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ നോക്കണല്ലോ. പെട്രോൾ അല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അടച്ചിട്ടാ നല്ല തന്നെയാണ് അല്ലേ. കുറച്ചു നേരം ഇവരെ കാര്യങ്ങൾ നോക്കണ്ടേ.
ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഒന്നും പറയില്ല. ഇവരെ നോക്കണ്ട, വീട്ടിൽ നോക്കണ്ടേ. 2-3 ഇൻസിഡൻസുകളിലായി. അതുകൊണ്ട് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്നുവെച്ചാൽ നാളെ എല്ലാവരും നല്ലൊരു ആഘോഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പമ്പ് സ്റ്റാഫുകളുടെ സേഫ്റ്റി. എത്ര മണിക്കൂർ പമ്പുണ്ടോ പമ്പ് എപ്പോഴും നോർമൽ ആവശ്യമുള്ള സംഭവമാണ് പമ്പെന്ന് പറയുന്നത്. ആ കോവിഡ് സമയത്ത് പോലും പമ്പുകൾ അടച്ചിട്ടില്ല. അതുകൊണ്ട് ന്യൂ ഇയർ എന്നുള്ള ഒരു ദിവസം അതിന് മാത്രം അടച്ചിട്ട് പിറ്റേന്ന് രാവിലെ 7:30 തുറക്കുക എന്ന് പറയുന്ന സംഭവം ശരിയായ പ്രവണതയല്ല. പ്രയാസം തന്നെ. കാരണം ഇപ്പോഴാണ് തീർന്നത് പറയാൻ പറ്റില്ലല്ലോ. വണ്ടിയിലുള്ള വാടി പോകുമ്പോൾ വല്ല കുപ്പിയോ മറ്റോ വാടി വരുമ്പോൾ അവിടെ പരിവഴി കിടക്കില്ലേ. അടച്ചിടുന്ന ബുദ്ധിമുട്ടൊന്നല്ല, പക്ഷേ കാരണം ഇത് പറയുന്നതാണ് ബുദ്ധിമുട്ട്. ഏതാ ഈ അക്രമവും ഇതൊക്കെ ഇത് ഡീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ എന്തിനാണ്? നല്ല ഓട്ടമുള്ള സമയമാണ് അത്. ആട്ടോക്കെ പ്രത്യേകിച്ച് ദോഷം ചെയ്യുന്ന കാര്യം പ്രശ്നങ്ങൾ കാണണം. മുഖ്യമുള്ള ഫാമിലിയും പമ്പിനെയും ബാക്കിയുള്ള പെട്രോളിനെയൊക്കെ ആശ്രയിച്ചിട്ട് തന്നെയായിരിക്കും വരുന്നത്. കാരണം സൈക്കിൾ എടുത്തുകൊണ്ട് റോഡിൽ കൂടി നടക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ 2 വീലർ ആയിരുന്നാലും 4 വീലർ ആയിരുന്നാലും ഏത് വണ്ടി ആയിരുന്നാലും പെട്രോളോ ഡീസലോ ഇല്ലാതെ വണ്ടി മൂവ് ആവത്തില്ല. അപ്പോൾ അടച്ചിടുന്നതിനെതിരെ നമുക്ക് നല്ല പ്രതിഷേധമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നോട് 3 സീറ്റ് ആവശ്യപ്പെടാൻ ഉറച്ച് കേരള കോൺഗ്രസ് എം. സമയമാകുമ്പോൾ അർഹതപ്പെട്ടത് ചോദിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. മധ്യ കേരളത്തിൽ LDF-നുണ്ടായ നേട്ടങ്ങൾ കേരള കോൺഗ്രസ് എം വന്നതോടെയാണെന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. ഇത് ഉയർത്തിക്കാട്ടി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നത്. പാർട്ടിക്ക് ശക്തി വർദ്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ എടുത്തു പറയുന്നു. ഏതാണ്ട് 127 നിയോജകമണ്ഡലങ്ങളിൽ പാർട്ടിക്ക് കമ്മിറ്റിയുണ്ട്. ഈയിടെ ഞങ്ങൾ ഫണ്ട് കളക്ഷന് വേണ്ടി എല്ലാ ജില്ലകളിലും പോയിരുന്നു. വളരെ നല്ല സഹകരണം ഉണ്ടായി. അപ്പോൾ പാർട്ടിക്ക് വലിയ വളർച്ച ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM-നെ വെറുപ്പിച്ചുകൊണ്ട് സീറ്റ് നേടിയെടുക്കാനാകില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിനറിയാം. അതുകൊണ്ട് തന്നെ UDF-ൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നത് പോലെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കില്ല. ഞാനൊരു കാര്യം അടിവരായിട്ട് പറയാം. കേരള കോൺഗ്രസിന് 3 സീറ്റിന് അർഹതയുണ്ട്. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാനുള്ള സമയമായില്ലല്ലോ. ആ സമയമാകുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത വിധത്തിൽ, അവസരമുണ്ടാകാത്ത വിധത്തിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം കണ്ണുവച്ചിരിക്കുന്നത്. ടോബി ജോൺസൺ, 24 കോട്ടയം. കർണാടകയിൽ പൂട്ടിയിട്ട വീട്ടിൽ 5 പേരുടെ അസ്ഥികൂടം കണ്ടെത്തി. ചിത്രദുർഗ സ്വദേശിയായ ജഗന്നാഥ് റെഡ്ഡിയും കുടുംബവുമാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. 2019 മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ചിത്രദുർഗ ചല്ലക്കര ഗേറ്റിന് സമീപത്തെ വീട്ടിലാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ജഗന്നാഥ് റെഡ്ഡി, ഭാര്യ പ്രേമ, മക്കളായ ത്രിവേണി, കൃഷ്ണ, നരേന്ദ്ര എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് പ്രാഥമികമായി പറയുന്നു. വീടിന്റെ വാതിൽ പൊളിഞ്ഞുകിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയിൽ 4 പേരുടെ അസ്ഥികൂടങ്ങൾ ഒരു മുറിയിലും ഒരസ്ഥികൂടം മറ്റൊരു മുറിയിലുമായിരുന്നു. നാട്ടുകാരുമായി അധികം അടുപ്പമില്ലാതിരുന്ന കുടുംബത്തെ അവസാനമായി കണ്ടത് 2019-ലാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കന്നഡയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തിയെന്നും സൂചനയുണ്ട്. DNA ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷമേ കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. 4 വർഷത്തോളമായിട്ട് മരിച്ച വിവരം അറിഞ്ഞില്ലെന്ന നാട്ടുകാരുടെ വാദം പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. കുടുംബത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും ചിത്രദുർഗ പോലീസ് അറിയിച്ചു. 24 ബംഗളൂരു. വാർത്തകളിലേക്ക് വീണ്ടും. കണ്ണൂർ സർവകലാശാല VC നിയമനം റദ്ദാക്കിയതിനെതിരെ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ച സംസ്ഥാനം. ഉത്തരവിലെ നിരീക്ഷണങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഹർജിയിൽ പറയുന്നു. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണം എന്നാണ് ആവശ്യം. R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ കനത്ത തിരിച്ചടി, അത് പിന്നീട് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനിടയിൽ പുനഃപരിശോധനാ ഹർജിയുമായി സംസ്ഥാനം പോകുന്നു. എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ വിധി തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കിയെന്നതടക്കം RK. സംസ്ഥാനം പറയുന്നത് ഈ വിധിക്ക് ആധാരമായിട്ട് സുപ്രീം കോടതി നടത്തിയ നിയമനമോ പുനർനിയമനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളോ ഒന്നും തെറ്റാണെന്ന് പറയുന്നില്ല. ഇതിൽ നടത്തിയ ഇടപെടൽ, സംസ്ഥാന സർക്കാർ നടത്തിയെന്ന് പറയുന്ന ഇടപെടൽ ചൂണ്ടിക്കാട്ടിയാണ് അത് ഉചിതമായില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ നിഗമനം ശരിയല്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വാദം. ഒരു വിധത്തിലും ഈ പുനർനിയമന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. മറിച്ച് ഏതെങ്കിലും
എന്തെങ്കിലും സ്വാധീനം ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇത് ഈ നിയമനമടക്കം ഉള്ള ഉത്തരവ് ഗവർണറുടേതായിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. ചാൻസലറാണ് ഗവർണർ. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സമ്മർദ്ദം തങ്ങൾ ചെലുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം ഈ ഹർജിയിൽ വാദിക്കുന്നത്. ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ പുനർനിയമനം റദ്ദാക്കിയ ഉത്തരവ് അത് റദ്ദാക്കണം എന്നുള്ളതാണ്, അഥവാ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. കേരള ഹൈക്കോടതിയുടെ അനുകൂല വിധിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ഈ വിധിക്ക് എതിരെയാണ് ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജി പുതുവത്സര അവധിക്ക് ശേഷം സുപ്രീം കോടതി പരിഗണിക്കും. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ പിടിമുറുക്കിയ അതിശൈത്യം, കനത്ത മൂടൽമഞ്ഞ് റെയിൽ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. 30 ട്രെയിനുകളും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള 80 വിമാനങ്ങളും വൈകി. ഡൽഹിയിൽ വായു മലിനീകരണവും അതിരൂക്ഷമാണ്. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, സംസ്ഥാനങ്ങളുടെ പൊതുവായുള്ള സാഹചര്യം എന്താണ്? ഈ മൂടൽമഞ്ഞുമായി ബന്ധപ്പെട്ട് ഉള്ള മുന്നറിയിപ്പുകൾ, ഒപ്പം തന്നെ ഈ ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായി അത് ബാധിക്കുന്ന നിലയിലേക്ക് പോകുന്നു. പലയിടത്തും ട്രെയിനുകളൊക്കെ വൈകി ഓടുന്ന സാഹചര്യം. പൊതുവായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായിരിക്കുകയാണ്. പലയിടങ്ങളിലും പുകമഞ്ഞ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഗതാഗത മേഖലയെ തന്നെയാണ് ഇത് കാര്യമായി ബാധിച്ചിട്ടുള്ളത്. ഇന്ന് മാത്രം 30 ട്രെയിനുകളുടെ യാത്രയാണ് ഇത് ബാധിച്ചത്. ഒപ്പം തന്നെ 80 വിമാനങ്ങൾ, ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ 80 വിമാനങ്ങൾ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരത്തിലെ വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുകമഞ്ഞിന്റെ സാന്നിധ്യം കണ്ടുകഴിഞ്ഞാൽ ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കുക, ഒപ്പം തന്നെ അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് അന്തരീക്ഷ താപനില പുലർച്ചെ 9 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. അതായത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശൈത്യത്തിലേക്ക്, അതിരൂക്ഷമായ ശൈത്യത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ജനുവരി പകുതി വരെ ഈ ഒരു അതിശൈത്യം തുടരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡൽഹിയെ സംബന്ധിച്ച് വായു മലിനീകരണവും അതിരൂക്ഷമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 മുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഡൽഹിയിലെ ഗുരുഗ്രാം, ഗാസിയാബാദ്, ഫരീദാബാദ്, നോയിഡ എന്നീ മേഖലകളിൽ അപകടാവസ്ഥ തുടരുകയാണ്. എന്നാൽ ഈ വായു മലിനീകരണത്തെ നിയന്ത്രണ വിധേയമാക്കുന്ന സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നിട്ടുണ്ട്. ഗ്രാബ് 3 പ്രകാരമുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി അത് ഗ്രാബ് 4 നടപ്പിലാക്കുന്നതിലേക്ക് കൂടി സർക്കാർ കടന്നേക്കും. കാരണം വായു മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ വായു മലിനീകരണം കൂടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. കാരണം കാറ്റിന്റെ വേഗതയും ഒപ്പം താപനില ഇടിയുന്ന ഒരു സാഹചര്യവും മുന്നിലുള്ളത് കൊണ്ട് തന്നെ വായു മലിനീകരണം ഉയരുവാനുള്ള സാധ്യതകൾ കൂടി മലിനീകരണ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട മുൻകരുതൽ നടപടിയായി ഒരു പക്ഷേ ഗ്രാബ് 4 നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി സർക്കാർ കടന്നേക്കും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിശൈത്യവും ഒപ്പം വായു മലിനീകരണവും പിടിമുറുക്കുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. റിജിത്ത്, ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു. തത്സമയം. Get the BLAs, the names are not finalized. In some area, we have to get the BLA names. That is on process. You are contesting each other. So, what will be Rahul Gandhi stand and the CPI State Secretary yesterday also expressed his concern over Rahul Gandhi's contestable violence against CPI. Just Rahul Gandhi's the CPI. You want to answer? Yeah, CPI. The State Secretary has. Rahul Gandhi should not contest from violence against CPI. Why? Because CPI is part of Yeah, that's their opinion. Who will contest in which seat? That is obviously the party's own choice. What you are asking
that while in India alliance, all the fighting. അയോധ്യ വിഷയം ആരും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർത്തിയില്ല എന്നാണ് ദീപാദാസ് മുൻഷി പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് പ്രധാനമായും ചർച്ചയായത്. ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഉറപ്പായും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നുള്ള കാര്യമാണ് ദീപാദാസ് മുൻഷി പറയുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. രാജസ്ഥാനിൽ BJP മന്ത്രിസഭ വികസിപ്പിച്ചു. കിരോടിലാൽ മീനയും രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, വിവരങ്ങൾ. രജിത്, 22 മന്ത്രിമാരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതിൽ 22 മന്ത്രിമാരിൽ 12 പേർ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ്. കിരോടിലാൽ മീണ, മദൻ ദിലാവർ, അതോടൊപ്പം തന്നെ ഗജേന്ദ്ര കിംസാർ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, കൂടാതെ അവിനാഷ് ഗെലോട്ട്, ഹേമന്ത് മീണ എന്നിവരും ഇന്നിപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കൂടാതെ 22 മന്ത്രിമാരാണ് ഇന്നിപ്പോൾ കൽരാജ് മിശ്ര ഇപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നത്. 115 സീറ്റുകൾ നേടിയാണ് സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയത്. അതിനുശേഷം മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. വൈകാതെ തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചു തീരുമാനമുണ്ടാകും. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ജമ്മുകശ്മീരിലെ പൂഞ്ചിലെത്തിയ PDP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയെ പോലീസ് തടഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. നിതിൻ, എന്താണ് സംഭവിച്ചത്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? PDPയുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എങ്ങനെ? നിതിൻ. റിജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പൂഞ്ചിലെ രജൌരി അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ സുരക്ഷാ സേനയുടെ ഭാഗത്തും തെരച്ചിൽ ശക്തമാക്കി വരികയായിരുന്നു. മാത്രമല്ല, ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്താണ് PDP നേതാവ് മെഹബൂബ മുഫ്തി സന്ദർശിച്ചത്. ഈ സന്ദർശനമാണ് പോലീസ് തടഞ്ഞത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തടഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ആ മേഖലയിൽ കുത്തിയിരുന്നുകൊണ്ട് മെഹബൂബ മുഫ്തി പ്രതിഷേധിക്കുകയായിരുന്നു. നേരത്തെ BJP നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളടക്കം വന്നപ്പോൾ പോലീസ് തടയുന്ന നടപടി സ്വീകരിച്ചില്ല. പക്ഷേ താൻ വരുമ്പോൾ തടയുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തനിക്ക് അവിടെയുള്ള കുടുംബാംഗങ്ങളുമായി കാണണം. മാത്രമല്ല, നേരത്തെ തന്നെ 3 യുവാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ കാണണമെന്നൊരു ആവശ്യമാണ് മെഹബൂബ മുഫ്തി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ മേഖലയിൽ മെഹബൂബ മുഫ്തിയെ തടഞ്ഞിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ കണ്ടതിനു ശേഷം മാത്രമേ ഈ സ്ഥലത്തു നിന്നും സന്ദർശനം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് മെഹബൂബ മുഫ്തി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മേഖലയിൽ ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തിയിരിക്കുകയാണ്. വലിയ ശക്തമായൊരു പ്രതിഷേധം മെഹബൂബ മുഫ്തി ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം BJP നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും വന്നപ്പോൾ പോലീസ് തടയാത്ത നടപടി സ്വീകരിച്ചത്. താൻ വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ചോദ്യമാണ് മെഹബൂബ മുഫ്തി ഉന്നയിച്ചിരിക്കുന്നത്. പൂഞ്ചിലെ DKS മേഖലയിലാണ് ഇപ്പോൾ ഈ നാടകീയ സംഭവം അരങ്ങേറുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട അല്പസമയത്തിനകം തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. വിവരങ്ങളുമായി ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീത്ത്, വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെയുള്ള ചില ക്രമീകരണങ്ങളുണ്ട്, അതൊക്കെ തുടരുക. ഒപ്പം തന്നെ കൂടുതൽ ഈ പരാതികളൊന്നുമില്ലാതെ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുക, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഏറ്റവും ഒടുവിലായി എങ്ങനെ ശ്രീജിത്ത്? തീർച്ചയായും അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട്. കാരണം പുതിയ പോലീസിന്റെ ടേൺ ആണ്. പോലീസിന്റെ എണ്ണത്തിൽ ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രാവിലെ അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറുമായി സംസാരിക്കുമ്പോൾ പോലീസിന്റെ എണ്ണത്തിൽ ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വലിയ നടപ്പന്തലിലും അതുപോലെ തന്നെ ചെറിയ നടപ്പന്തലിലും കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനമായിട്ടുണ്ട്. പമ്പയിലും ഇതിനകം തന്നെ ആളുകൾ ഭക്തർ മല കയറി തുടങ്ങിയിട്ടുണ്ട്. 11 മണിയോടുകൂടി അവരെ മല കയറ്റി വിട്ട് ഇപ്പോൾ അവർ വലിയ നടപ്പന്തലിൽ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പ്രാഥമികമായ ഒരുക്കങ്ങളെല്ലാം തന്നെ അവിടെ പൂർത്തീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ശബരിമലയിൽ സന്നിധാനത്ത് ഇപ്പോൾ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മേൽശാന്തി നട തുറക്കും. പോലീസുകാർ കൃത്യമായ രീതിയിൽ പല മേഖലയിലേക്കും ഇപ്പോൾ തന്നെ ഭക്തർക്ക് കുടിവെള്ളവും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെയായി പോലീസുകാർ അവിടെ തയ്യാറെടുത്ത് നിന്നു കഴിഞ്ഞു. എന്തായാലും ശബരിമലയിൽ മകര വിളക്കിനായുള്ള ഒരുക്കങ്ങളുടെ ഒരു പ്രാഥമിക നടപടി എന്ന തരത്തിൽ പോലീസുകാർക്ക് വേണ്ട പരിശീലനം ഇതിനകം തന്നെ നൽകിയിരുന്നു. അടുത്ത ദിവസം തന്നെ ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും അല്പസമയത്തിനകം തന്നെ മേൽശാന്തി നട തുറക്കും. കണ്ഠരര് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട അല്പസമയത്തിനകം തന്നെ തുറക്കും. ആ സമയത്ത് പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കുകയും ചെയ്യാം. ജനുവരി 15-നാണ് മകരവിളക്ക്. പത്തനംതിട്ട ചെന്നീർക്കരയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് പെരുമ്പാമ്പിനെ ചാക്കിൽ കെട്ടിയെറിഞ്ഞു. കഴിഞ്ഞ ദിവസം നാട്ടിലെ ഒരു സംഘം പെരുമ്പാമ്പിനെ പിടികൂടിയിരുന്നു. ഇതിനെ കൊണ്ടുപോകാൻ വനപാലകർ എത്താൻ വൈകി. തുടർന്ന് വാർഡ് പ്രതിനിധി
ബിന്ദു ടി ചാക്കോയുടെ വീട്ടിൽ പാമ്പിനെ ഉപേക്ഷിക്കുകയായിരുന്നു. താൻ കൃത്യസമയത്ത് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നുവെന്ന് ബിന്ദു ടി ചാക്കോ പറഞ്ഞു. വാർഡ് മെമ്പറുടെ പരാതിയിൽ ഇലവുംതിട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെ? ബിന്ദു ടി ചാക്കോ എന്ന 6ാം വാർഡ് അംഗത്തിന്, ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് അംഗത്തിന് ഒരു ഫോൺ വരുന്നത്. പ്രദേശവാസിയായ ഒരാൾ തന്നെയാണ് ഫോൺ ചെയ്യുന്നത്. ഒരു പെരുമ്പാമ്പിനെ ലഭിച്ചിട്ടുണ്ട്, ഈ പെരുമ്പാമ്പ് വഴിയിൽ നിൽക്കുന്നുണ്ട്, തങ്ങൾ അതിനെ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. തങ്ങൾ കാത്തു നിൽക്കുകയാണ്, വനം വകുപ്പിന് വിവരം അറിയിക്കാൻ ബിന്ദു ടി ചാക്കോയോട് ആവശ്യപ്പെടുന്നു. ബിന്ദു ടി ചാക്കോ അപ്പോൾ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റൊരു സ്ഥലത്ത് പെരുമ്പാമ്പിനെ പിടിക്കുകയായിരുന്നു. അപ്പോൾ അവർ എത്താൻ ഒരു അല്പസമയം താമസിച്ചു. ഉടൻ തന്നെ വീണ്ടും ബിന്ദു ടി ചാക്കോയുടെ ഫോണിലേക്ക് കോൾ വരികയായിരുന്നു. ബിന്ദു ടി ചാക്കോ ഈ സമയം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നില്ല, ഈ പഞ്ചായത്തംഗം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ഒരു പരാതി, വിളിച്ചയാളുടെ ഒരു പരാതി. എന്തായാലും ബിന്ദു ടി ചാക്കോ അപ്പോൾ തന്നെ 11 മണിയോടുകൂടി വീണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നു. അവർ ഉടൻ തന്നെ എത്താമെന്ന് പറയുന്നു. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തിയപ്പോൾ ആ പാമ്പിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരപ്പോഴാണ് വിളിച്ച് ഈ ആളോട് വിവരം ചോദിക്കുന്നത്. അങ്ങനെ ബിന്ദു ടി ചാക്കോ വിളിക്കുന്ന സമയത്ത് ഈ നേരത്തെ ഫോൺ ചെയ്ത നാട്ടുകാരനായ അയാൾ ആ പാമ്പിനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നാണ് മറുപടി നൽകിയത്. അപ്പോഴാണ് ഇവർ വീടൊക്കെ പരിശോധിക്കുന്നത്. അങ്ങനെയാണ് മുറ്റത്ത് ഒരു ചാക്ക് കെട്ട് കാണപ്പെടുന്നത്. ഒരു വെള്ളച്ചാക്കിൽ ഈ പാമ്പിനെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാരനായ ആളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ബിന്ദു ടി ചാക്കോയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഒരു പ്രതിഷേധം എന്ന തരത്തിലാണ് കൊണ്ടുവന്ന് വെച്ചത് എന്നൊരു വിശദീകരണം അയാൾ നൽകുന്നുണ്ട് എന്നാണ് ഏറ്റവും കൂടുതൽ പോലീസ് ഇപ്പോൾ പറയുന്നത്. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അയോധ്യയിൽ മാത്രമല്ല ആരെവിടെ പോയാലും സമുദായത്തിന്റെ വികാരം വ്രണപ്പെടില്ലെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുപ്രഭാതത്തിലെ മുഖപ്രസംഗം സമസ്തയുടെ നിലപാടല്ല. രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് സമസ്തയ്ക്ക് അഭിപ്രായമില്ല. സമസ്തയ്ക്ക് ഏതായാലും ക്ഷണമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷണം സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാമെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. അയോധ്യ വിഷയം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് കഴിഞ്ഞല്ലോ, ഞങ്ങൾ അതിനെ പറ്റി പറഞ്ഞല്ലോ. സമസ്തയുടെ ജമീയത്തുൽ ഉലമ ഞങ്ങളുടെ അഭിപ്രായം നമ്മൾ മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അയോധ്യയിൽ കേസ് ഉണ്ടാകാൻ പാടില്ലാത്ത ഉണ്ടായിപ്പോയി, നമുക്കതിൽ വേദന ഉണ്ട്, ഞങ്ങളതിൽ വേദനിക്കണ്, കോടതി വിധി വന്നപ്പോഴൊക്കെ നമ്മൾ പ്രതികരിച്ചതാണ്. അയോധ്യയിൽ നിന്നപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ഇവിടെ ഇന്ത്യ രാജ്യമല്ലേ. അല്ല കോൺഗ്രസ് ആരെവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിനൊരു പ്രശ്നമില്ല. സമുദായത്തിലെ വികാരങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട്. AP വിഭാഗം സമസ്തയുടെ സമ്മേളനത്തിൽ വിയോജിപ്പുണ്ടെന്നും സമസ്ത അധ്യക്ഷൻ പറഞ്ഞു. സുന്നി ഐക്യത്തിന് കുറേ മാനദണ്ഡങ്ങളുണ്ടെന്നും തെറ്റിദ്ധരുത്തി ആര് വന്നാലും സ്വീകരിക്കുമെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഈ അയോധ്യ വിഷയത്തിൽ സമസ്ത നിലപാട് വ്യക്തമാക്കുന്നത് ഏത് തരത്തിലാണ്? അതുപോലെ ഈ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം അത് സമസ്തയുടെ നിലപാടല്ല എന്ന് ജിഫ്രി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത് ഷഹദ്? ബ്രിജിത്ത്, ആദ്യം തന്നെ പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം അത് പാടെ തള്ളുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ എഡിറ്റോറിയലിൽ കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഈ മുഖപ്രസംഗം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അത് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള മുഖപ്രസംഗമായിരുന്നു. എന്നാൽ അതേ സമയത്ത് അതിൽ CPM-നെ വളരെയധികം പുകഴ്ത്തി പറയുന്ന ഒരു മുഖപ്രസംഗവുമായിരുന്നു. എന്നാൽ ഇന്ന് ആ മുഖപ്രസംഗം പാടെ തള്ളുകയാണ് സമസ്ത ചേർന്ന യോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് യോഗം ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്, ഇത്തരം പരിപാടികളിൽ ആര് പങ്കെടുത്താലും അത് തങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. മാത്രമല്ല ഇത് മതത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇതിലില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രശ്നം ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യവുമാണ്. നമുക്കറിയാം, ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം പുറത്തു വന്ന ഘട്ടത്തിൽ നമ്മൾ പ്രതിപക്ഷ നേതാക്കളുടെ മുഴുവൻ പേരുടെയും പ്രതികരണം ആരാഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിനും ഒരു പ്രതിപക്ഷ നേതാക്കളും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ സമാനമായ, അതായത് ഇന്ന് സമസ്ത എന്താണോ പറഞ്ഞത് അതിന് സമാനമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ സമസ്തയുടെ കൂടെ നിലപാട് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാൽ അതേ സമയത്ത് സമസ്ത ഇന്ന് വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ സുന്നി ഐക്യം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ആ ചർച്ച ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല. അതിനിടയിലാണ് സമസ്തയുടെ 100ാം വാർഷികം ഇപ്പോൾ വരുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിലും നിലപാട് ഇന്ന് വ്യക്തമാക്കിയത്. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.
നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂവേറ് റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച എഡിറ്റേഴ്സ് ഗിൽഡ്. കേസ് പിൻവലിക്കണം എന്നാണ് ആവശ്യം. കേരള സർക്കാർ നരേന്ദ്രമോദിയുടെ പാത സ്വീകരിക്കരുതെന്ന് സാമൂഹ്യ പ്രവർത്തക മേധാ പട്കറും പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ഷൂ എയർ കേസിൽ 24 റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ ദേശീയ തലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. വിനീതയ്ക്കെതിരായ പോലീസ് നടപടി ആശങ്കയുണ്ടാക്കുന്നുവെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ വിമർശിച്ചു. പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയെന്നത് മാധ്യമപ്രവർത്തകരുടെ കടമയാണ്. അത് കുറ്റകൃത്യമല്ലെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓർമ്മിപ്പിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കേണ്ടത് അനിവാര്യമാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസ്താവനയിൽ അറിയിച്ചു. സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ച സാമൂഹ്യ പ്രവർത്തക മേധാ പട്കർ വിനീതയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. പ്രതിപക്ഷത്തെയും പ്രതിഷേധത്തെയും ഇല്ലാതാക്കുന്നത് മോദിയുടെ പാതയെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. This kind of thing is expected from the central government that is today crushing the right to free expression in India. But we never expected this from the ruling party in Kerala. And when this happens, we really have to support the media person like Vinita, and I do the same. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിന് നേരെ KSU പ്രവർത്തകർ ഷൂവറിനെത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസിൽ 5ാം പ്രതിയാക്കിയത്. 24 ഡൽഹി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, വിവരങ്ങൾ. 5 മണിയോടുകൂടി ഇപ്പോൾ നട തുറന്നിട്ടുണ്ട്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി ഇന്ന് പൂർണ്ണമായി ഇത്തരത്തിൽ നട തുറക്കുന്ന സമയത്ത് ഈ പറയുന്ന മേൽശാന്തിയും അതുപോലെ തന്നെ തന്ത്രി കണ്ഠരര് മഹേശ്വരും ഒക്കെ തന്നെ അവിടെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ ഒരു ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹം വലിയ നടപ്പന്തലിലും അതുപോലെ തന്നെ ചെറിയ നടപ്പന്തലിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിലക്കലിൽ കുറെ ആളുകൾ ബസ് നിൽക്കുന്നുണ്ട്. അവിടെയും നല്ല തിരക്കുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ സീസണ് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ട സമയത്ത് ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ സർക്കാരിനും വലിയ പഴി കേൾക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ വലിയ പഴി ഇനി കേൾക്കരുത് എന്ന മുൻകരുതലിന്റെ ഭാഗമായി കൃത്യമായ രീതിയിൽ കൂടുതൽ പോലീസുകാരെ അടക്കം വിന്യസിച്ചാണ് ഇപ്പോൾ ശബരിമല നട മകരവിളക്ക് ഉത്സവത്തിനായി തുറന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ തിരക്ക് സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടക്കുന്നതോടുകൂടി ആണ് ഇന്നത്തെ ചടങ്ങുകൾക്ക് അവസാനിക്കുക. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അടുത്ത ദിവസം വീണ്ടും നട തുറക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പമ്പയിലും മറ്റുമൊക്കെ വിപുലമായ യോഗങ്ങൾ ചേർന്ന് കൃത്യമായ രീതിയിൽ അവലോകനം നടത്തി തിരക്ക് ഒഴിവാക്കി സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് അവർ കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയും വരും ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശബരിമല നട മകരവിളക്ക് ഉത്സവത്തിനായി തുറന്നിരിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനുവരി 15-നാണ് മകരവിളക്ക്. ഇപ്പോൾ തന്നെ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്തേക്ക് എത്താൻ ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ യാതൊരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ പൂർത്തിയാക്കാൻ കഴിയും തുടർന്നുള്ള ദിവസങ്ങളിലും എന്ന ആത്മവിശ്വാസം ദേവസ്വം ബോർഡ് സർക്കാരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഉയർന്നു വന്ന പരാതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ സുഗമമായി തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ജനുവരി 15-നാണ് മകരവിളക്ക് നടക്കുക. 12-നാണ് പ്രസിദ്ധമായ എരുമേലി പെട്ടതുള്ളൽ. 13-ന് പന്തളം കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുകയും ചെയ്യും. ഇപ്പോൾ സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക്
മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നിരിക്കുന്നു. ജനുവരി 15-നാണ് മകരവിളക്ക്. സന്നിധാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുകയാണ്.